മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ പെൺകരുത്തിൻ്റെ പേരാണ് ഫാത്തിമ തഹ്ലിയ. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്. എന്നാൽ അവർ സഖാക്കളുടെ കണ്ണിലെ കരടുമാണ്. എത്രമാത്രം എന്ന് വച്ചാൽ അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കും സഖാക്കൾ. എന്താണതിന് കാരണം? മർമ്മം നോക്കി സഖാക്കളെ കൊളത്തിട്ട് വലിച്ചു കൊടയാൻ ഫാത്തിമ തഹ്ലിയക്ക് കഴിയും. അവരുടെ വാക്കും പ്രയോഗങ്ങളും അത് സംസാരത്തിലൂടെയായാലും കുറിപ്പിലൂടെയായാലും അത് ചെന്ന് കൊള്ളേണ്ടിടത്ത് തന്നെ കൃത്യമായിട്ട് കൊള്ളും. അത് കൊണ്ടതിൻ്റെ ആരവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഫാത്തിമ തഹ്ലിയ ആ കുളത്തിട്ട് എവിടെങ്കിലും വലിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ സഖാക്കളുടെ കൂട്ടത്തോടെയുള്ള കരച്ചിലും പിടച്ചിലും ഒക്കെ കാണാവുന്നതാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ചാലും പൂലും ഒക്കെ അടങ്ങി. എന്നിട്ടും ആ തെരഞ്ഞെടുപ്പുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഫാത്തിമ തഹ്ലിയ നടത്തിയ ഒരു പ്രയോഗം, അതിൻ്റെ അലയൊലി സഖാക്കളിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. സൈബറിടത്തിലെ എല്ലാ വക്ക് പൊട്ടിയതും കണ പൊട്ടിയതുമായ സക്കാത്തി സഖാക്കന്മാർ ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. അവർ ഫോട്ടോ ആയിട്ടും പോസ്റ്റായിട്ടും എഡിറ്റിംഗ് ആയിട്ടും വീഡിയോ ക്ലിപ്പുകളായും ഒക്കെ അവർ എങ്ങനെയൊക്കെ ഫാത്തിമ തഹ്ലിയയെ നേരിടാൻ കഴിയുമോ ആ തരത്തിലൊക്കെ അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ നോക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചില ഞരമ്പ് രോഗികളായ ആളുകളും അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളും ഒക്കെയായി അതും കളത്തിലുണ്ട്. ഒരുത്തൻ വന്നത് പാത്തു ഫോളോ ചെയ്യുന്ന ഫിറ്റ്നസ് പേജാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നഗ്ന ചിത്രങ്ങളും അല്പവസ്ത്രധാരികളുടെ ചിത്രങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പേജുമായിട്ടാണ് വന്നത്. ചുരുക്കത്തിൽ പാത്തു ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങളുടെ പേജടക്കം ഇവർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഈ സഖാക്കളുടെ ഒരു കാര്യം. ഞാൻ വെറുതെ പറയല്ല, ഇതാ ഒരുത്തൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ്. MSF മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അല്ലെങ്കിൽ യൂത്ത് ലീഗ്, ഇതിനൊക്കെ കുറെ നേതാക്കൾ വന്ന് കുറെ കഥാപ്രസംഗങ്ങൾ കഴിഞ്ഞല്ലോ. ഫാത്തിമ തഹ്ലിയ പുള്ളിക്കാരി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്ന 2 പേജുകളുണ്ട്. ഈ പേജ് ഫിറ്റ്നസ് പേജാണ്. ഇതിലൊന്നും മാന്യമായ വസ്ത്രം ധരിക്കുന്ന ഒരു പെണ്ണിനെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ മാന്യമായ വസ്ത്രം. അപ്പോ ഞങ്ങൾക്ക് കാണാം, ഞങ്ങൾക്ക് ആവാം, ബാക്കിയുള്ളവർക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? ഇതൊന്നും അത്ര മോശം കാര്യമല്ല കേട്ടോ. അതുകൂടി പ്രത്യേകിച്ച് ഞാൻ പറയും, ഇതൊന്നും അത്ര മോശം കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോ ചിയേഴ്സ്, സൺഡേ അല്ലേ, രാവിലെ തന്നെ ഐസ്ക്രീം കഴിച്ച് തുടങ്ങാൻ നോക്കും. ഏതായാലും ഇവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവൻ്റെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഏത് പേജാണ് ഈ കാര്യത്തിലൊക്കെ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ പരിശോധിക്കുന്നുണ്ടാവും. ഓ നോക്കൂ നിങ്ങൾ, ചക്കര തീരെ സമയമില്ല, അപ്പോൾ ഐസ്ക്രീം കഴിക്കണതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ചെയ്തതാണ്.